കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഉണ്ണി, ഉണ്ണി, എന്താ അമ്മേ? എന്താ ഏതാണ്ടൊക്കെയോ ആലോചിച്ച് തനിയെ ചിരിക്കുന്നുണ്ടല്ലോ. ഞാൻ ചിരിച്ചോണ്ടിരിക്കല്ല അമ്മേ, സ്വീറ്റ് മെമ്മറീസ് ഒക്കെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. സ്വീറ്റ് മെമ്മറീസോ? അതെ അമ്മേ, ഈ പൊങ്കൽ ഉത്സവത്തിലെ ഓർമ്മകള്. ഈ 3 ദിവസം നമ്മൾ എല്ലാരും നല്ലതുപോലെ എൻജോയ് ചെയ്തില്ലേ? അതെ, പക്ഷെ ആ എൻജോയ്മെന്റ് എല്ലാം കഴിഞ്ഞു. ഇനി പഠിക്കണം. അയ്യോ, അതിന്റെ ഇടയിൽ പഠിച്ചു തുടങ്ങണോ അമ്മേ? എന്താ ഉണ്ണി അങ്ങനെയൊക്കെ പറയുന്നേ? നാളെ സ്കൂളിലേക്ക് പോകണ്ടേ? നാട്ടിലേക്ക് നമ്മൾ പോയതുകൊണ്ട് നീ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ബുക്സ് എടുത്ത് ഹോംവർക്ക് ഒക്കെ ചെയ്. അനു, കീർത്തി, നിങ്ങളും ഹോംവർക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ പറയുന്നത് ഞങ്ങള് കേൾക്കണോ? നിങ്ങൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിലേ ടീച്ചർ നിങ്ങൾക്ക് പണിഷ്മെന്റ് തരും. അതുമാത്രമല്ല, നിങ്ങൾ മുതിർന്നവരായി കഴിഞ്ഞാ അച്ഛനെ പോലെ ഓഫീസിലൊന്നും പോവാൻ പറ്റാതായി പോവും. അതെ അനു, നമ്മള് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യണം. നാളെ ചെയ്യാലോ? നോ, അന്നുള്ള ഹോംവർക്ക് അന്നു ചെയ്ത് തീർക്കണം. ഇന്നലെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നേ. അതെ അമ്മ, നല്ല ടയർഡായിട്ടിരിക്കോ. നിങ്ങളുടെ അച്ഛനും നിങ്ങളെ പോലെ ഇന്ന് തന്നെയല്ലേ നാട്ടിൽ നിന്ന് വന്നത്? എന്നിട്ട് വീട്ടിൽ നിന്ന് റെസ്റ്റ് ചെയ്യാണോ അദ്ദേഹം? രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയില്ലേ? അതുപോലെ നിങ്ങളും ഹോംവർക്ക് ചെയ്യണം. സത്യമാണ് അനു, അച്ഛനാണ് നമുക്ക് ഇൻസ്പിറേഷൻ. അച്ഛൻ എങ്ങനെയാണോ ഓഫീസിൽ ജോലി ചെയ്യുന്നത് അതേപോലെ നമ്മളും ഹോംവർക്ക് ചെയ്യണം. കീർത്തി നല്ല കുട്ടിയാ. അപ്പൊ ഞാൻ ബാഡ് ബോയ് ആണോ? അനു ബാഡ് ഗേൾ ആണോ? ഒരിക്കലും അല്ല. നിങ്ങൾ 3 പേരും നല്ല കുട്ടികളാ. ഹോംവർക്ക് ഉടനെ ചെയ്ത് തീർത്താ 3 പേരും കളിക്കാൻ വിടാം. നാളത്തെ ഹോംവർക്കും ഇന്ന് തന്നെ ചെയ്ത് തീർക്കുവാണെങ്കിൽ നിങ്ങൾ നാളെയും കളിക്കാൻ വിടാം. ശരി അമ്മേ, നാളത്തെ ദിവസം മുഴുവൻ സന്തോഷത്തോടെ കളിക്കാം. ഇന്ന് മുഴുവൻ കളിച്ചിട്ട് നാളെ ഹോംവർക്ക് ചെയ്താ എന്താ? അന്നുള്ള ഹോംവർക്ക് അന്നു ചെയ്യണോന്ന് അമ്മ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. അവര് പറഞ്ഞാ നമ്മൾ കേൾക്കണോ? നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നേ. മിസ് നമ്മളെ വഴക്കു പറയാതിരിക്കാൻ വേണ്ടിയല്ലേ പറയുന്നേ. അപ്പൊ നമുക്ക് ഹോംവർക്ക് ചെയ്യാൻ ആരാ ഹെൽപ്പ് ചെയ്യാ? ഞാൻ ഹെൽപ്പ് ചെയ്യാം നിങ്ങളെ. നിങ്ങൾക്ക് ഹോംവർക്ക് എഴുതാനും സഹായിച്ച് ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തു തീർക്കാം. ഓക്കേ, ഹാളിൽ ഇരുന്ന് പഠിക്കട്ടോ. ഞാൻ പോയി എല്ലാവർക്കും പാലെടുത്തോണ്ട് വരാം. കല്യാണം കഴിഞ്ഞിട്ടും ഭാര്യയും ഭർത്താവും ഒന്നിച്ചില്ലെങ്കിൽ അതൊരു വലിയ തെറ്റല്ലേ? അബിയുടെ ജീവന് തന്നെ അതൊരു ആപത്താ. നിങ്ങൾ ഒന്നു ചേരാത്തത് കൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നേ. നിങ്ങൾ 2 പേരും ഒന്നിച്ചേ പറ്റൂ. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് ആപത്തും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. വസു, ആ ചേച്ചി, പാലടുപ്പിൽ വെച്ചിട്ട് നീ എന്താ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ആലോചിച്ചോണ്ട് നിൽക്കുന്ന? ഒന്നുമില്ല ചേച്ചി. എന്തോ ഉണ്ട്. ഇത്ര സീരിയസ് ആയിട്ട് നീ എന്താ ആലോചിക്കുന്നത്? എന്ത് കാര്യമാ അത്? എന്നോട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പറയണ്ട. അങ്ങനെയൊന്നുമില്ല ചേച്ചി. നാട്ടിൽ വെച്ച് മുത്തശ്ശി എന്നോട് പറഞ്ഞ കാര്യത്തെ പറ്റിയാ ഞാൻ ആലോചിച്ചുകൊണ്ട് നിന്നെ. അപ്പോ മുത്തശ്ശി പറഞ്ഞത് ചെയ്യാന്നാണോ അതോ വേണ്ടെന്നാണോ? നോക്ക് വസു, ഞാൻ ആദ്യമേ പറഞ്ഞതാ ചില കാര്യങ്ങൾ നടക്കണം.
അല്ലെങ്കിൽ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. ലൈഫില് ലോസോ? എന്താ ഇപ്പോ ഇത്? ഇതുവരെയും അമ്മയ്ക്കും അച്ഛനും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അറിഞ്ഞ ഇനിയും പ്രശ്നങ്ങൾ കൂടെ ഉള്ളു വസു. അച്ഛനും അമ്മയ്ക്കും അറിയാത്ത കാര്യോ? മുത്തശ്ശി പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഞാനും നിന്റെ നല്ലതിനു വേണ്ടിയിട്ടാ പറയുന്നത്. പിന്നെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചിട്ട് അപ്പ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല വസു. എന്തായാലും ഉടനെ ചെയ്യണം. ഇത് നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല വസു, നീ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പറയുന്നതാ. ഭാവനയേട്ടത്തി എന്തായി പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് നന്നായിട്ട് മനസ്സിലായി ചേച്ചി. പക്ഷേ എന്താന്നറിയില്ല, എന്തിനൊന്നും അറിയില്ല. മുന്നോട്ടൊരു ചുവട് പോലും വെക്കാൻ പറ്റുന്നില്ല. എന്റെ മനസ്സ് അതിന് തയ്യാറാകുന്നില്ല. നിന്റെ അവസ്ഥയിലുള്ള ആർക്കായാലും ഇങ്ങനെ തന്നെ തോന്നും വസു. പക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി കഴിഞ്ഞാ പിന്നെ നിന്റെ ജീവിതം നിന്റെ കയ്യിൽ നിൽക്കില്ല. നീയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഈ പുതിയ ജീവിതം നിനക്ക് നരകമായിട്ട് മാറും. എന്തിനാ ഇത്രയ്ക്കും വേവലാതി? വസുവേട്ടത്തിയുടെ ജീവിതം എങ്ങനെയാ നരകമായി മാറുന്നേ? എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് സംസാരിച്ചൂടെ? നിന്നെക്കുറിച്ച് മാത്രമല്ല വസു, ഉണ്ണിയെക്കുറിച്ച് നീ നന്നായിട്ട് ചിന്തിക്കണം. അവൻ ഇപ്പോഴും ഒരു ചെറിയ കുഞ്ഞാ. അവനൊരു അച്ഛനും ഈ കുടുംബവും തീർച്ചയായിട്ടും അവന് ആവശ്യമുള്ളതാ. നിന്റെ സന്തോഷം, അവന്റെ ഭാവി ജീവിതം എല്ലാം നീ എടുക്കുന്ന തീരുമാനത്തിനെ ആശ്രയിച്ചിരിക്കും. നിന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നാ പറയുന്നത്. എല്ലാം നന്നായിട്ട് ആലോചിച്ച് വേഗം നല്ലൊരു തീരുമാനം എടുക്കുക. അഭിക്കും വളരെ സന്തോഷമാവും. വസുവേട്ടത്തി എന്ത് തീരുമാനം എടുക്കേണ്ടേ? കുട്ടിയെ കൊണ്ടു കൊടുത്തിട്ടോ. ഇവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും അറിയണോന്ന് വെച്ചാ സുമ ആന്റിയും ഇപ്പൊ വീട്ടിലില്ല. ഏതോ ബന്ധു വന്ന് വിളിച്ചിട്ട് പോയിരിക്കുക. ഇന്ന് രാത്രി വരുമോ ഇല്ലയോന്ന് പോലും അറിയില്ല. അതുവരെ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും? ആക്ച്വലി അഭിയേട്ടൻ ഇപ്പോ ഹാപ്പി ആണോ അല്ലയോ? അതെന്താ അങ്ങനെ? എന്തോ ഉണ്ണി, എന്താ ഇത്? ഇത് എങ്ങനെയാ എഴുതുന്നേ? എന്താ ഉണ്ണി സാറേ? അനുവിനും കീർത്തിക്കും നീ ടീച്ചറായോ? അതെ അച്ഛാ. അനിയത്തിമാരെ ഹോംവർക്ക് എഴുതാൻ സഹായിക്കാൻ അമ്മയാ പറഞ്ഞത്. വെരി ഗുഡ്. അവൻ ഞങ്ങളുടെ ടീച്ചറൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ഹോംവർക്കിനൊന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ഉണ്ണി പറഞ്ഞു തരുന്നത് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. എല്ലാം നല്ല എളുപ്പമാണ്. അതൊന്നുമല്ല, നമ്മൾ നന്നായി പഠിക്കുന്നു, അതുകൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും എ ഗ്രേഡോടെ പാസ്സാവും തോന്നുന്നു. എ ഗ്രേഡ് മാത്രമല്ല അച്ഛാ, ഇവര് രണ്ടുപേരും സ്കൂൾ ഫസ്റ്റ് ആവുന്ന രീതിയിൽ ഞാൻ പഠിപ്പിച്ചെടുക്കാം. വാവ്. ടീച്ചേഴ്സ് എല്ലാരും ഇവരെ പുകഴ്ത്തുന്ന രീതിയിൽ ഞാൻ പഠിപ്പിക്കാം. വെരി ഗുഡ്. ഇപ്രാവശ്യം എല്ലാ സമ്മാനങ്ങളും ഇവർക്കായിരിക്കും. ഗുഡ്. ഇതുപോലെ തന്നെ പഠിക്കണം. ഹോംവർക്ക് ഒക്കെ ചെയ്തു അച്ഛാ. അച്ഛാ,
ഇനി ഞങ്ങൾ പോയി കളിച്ചോട്ടെ? അനു, കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരുന്ന് ടിവിയിൽ കാർട്ടൂൺ കാണാം. അപ്പൊ നമ്മുടെ മൈൻഡ് റീഫ്രഷ് ആവും. അതിനുശേഷം കളിക്കാൻ പോവാം. യെസ്, ഇത് നല്ല ഐഡിയ. കുറച്ചു നേരം ടി വി കണ്ടിട്ട് പുറത്തിറങ്ങി കളിച്ചോ. ഓക്കേ, എന്നാ ടി വി ഓൺ ചെയ്. ഓക്കെ, ഷുവർ. വേഗം ടി വി ഓൺ ചെയ്യച്ചാ. ടി വി ഓൺ ആവുന്നില്ല മോളെ. 3 ദിവസമായിട്ട് നമ്മൾ ആരും വീട്ടിലില്ലല്ലോ അച്ഛാ. അതായിരിക്കും ടി വി ഓൺ ആവാതിരിക്കുന്നത്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും അച്ഛാ. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പൊ ഓണായോ? ഒന്നും കാണുന്നില്ല അച്ഛാ. ഇപ്പോഴോ? അച്ഛാ, അച്ഛാ, അച്ഛാ. അച്ഛാ, 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 അച്ഛാ. അബി, അബി, അബി എഴുന്നേക്ക്. ഏട്ടാ, എന്താ പറ്റി? അയ്യോ, എന്താ ഏട്ടന് പറ്റി? മോനെ അബി, നിനക്ക് എന്ത് പറ്റി? ഉണ്ണി, എന്താ പറ്റി? ടിവിയുടെ പ്ലഗിൽ നിന്ന് ഷോക്ക് അടിച്ചതാ അമ്മ. ഏട്ടാ, എഴുന്നേക്കച്ചാ. ഭാസ്കരേട്ടാ, വേഗം ഡോക്ടറെ വിളിക്കുക. ഹലോ ഡോക്ടർ. വരൂ ഡോക്ടർ, ദാ ഇവിടെയാ. നോക്കൂ ഡോക്ടർ. അതെ ഡോക്ടർ, അദ്ദേഹത്തിന് എന്താ പറ്റിയതെന്ന് ഒന്ന് വേഗം നോക്കി പറയാമോ? നോക്കാം മോളെ. എന്തായി ഡോക്ടർ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? നത്തിങ് ടു വറി. ഷോക്ക് അടിച്ചതുകൊണ്ട് അൺകോൺഷ്യസ് ആയതാണ്. ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാം.
കുറച്ച് കഴിയുമ്പോൾ എണീറ്റോളും. ഒരുപക്ഷെ കണ്ണു തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാം ഡോക്ടർ. അച്ഛനൊന്നുമില്ല മക്കളെ, ഒന്നുമില്ല. നിങ്ങളെല്ലാവരും കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്യൂ. വന്നേ ജയന്തി. അച്ഛനൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? കുറച്ചു നേരം കഴിയുമ്പോ അച്ഛൻ കണ്ണു തുറക്കില്ലേ അമ്മേ? അച്ഛൻ നമ്മളോട് ഇനി സംസാരിക്കില്ലേ? അഭി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്ന ഉടനെ ഫ്രഷ് ആകാതെ എന്തിനാ ടി വി ഓൺ ചെയ്തത്? ഉണ്ണിയാണ് അമ്മൂമ്മ ഓൺ ചെയ്യാൻ പറഞ്ഞേ. എന്തിനാടാ ഓൺ ചെയ്യാൻ പറഞ്ഞേ? നമ്മളെല്ലാരും ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കാനായിട്ട് ടി വി കാണാന്ന് വിചാരിച്ചതാ. നിങ്ങൾ എന്താ IAS IPS എക്സാം ആണോ എഴുതുന്നേ? റിഫ്രഷ് ആക്കാൻ വേണ്ടി? ജയന്തി, കൊച്ചുകുട്ടിയോട് എന്തൊക്കെയാ പറയുന്നേ? എന്നെ പറയാൻ അനുവദിക്കേ. അഭി ചെന്ന് ടി വി ഓണാക്കി ഷോക്ക് അടിച്ച് കിടക്കുന്നു. അതെ അമ്മൂമ്മേ, നമ്മൾ എല്ലാവരും കൂടി കളിക്കാന്നാ പറഞ്ഞത്. ഉണ്ണിയാണ് കളിക്കണ്ടെന്ന് പറഞ്ഞേ. അച്ഛനോട് ടി വി ഇട്ടുതരാൻ പറഞ്ഞത് ഞാൻ തന്നെ അമ്മൂമ്മ. പക്ഷെ അച്ഛൻ ഇങ്ങനെ അപകടം പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മൂമ്മ. അവിടെ ഷോക്ക് അടിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉണ്ണി ടി വി ഓണാക്കാനായി പറയില്ലായിരുന്നല്ലോ അമ്മേ. എന്താടി അമ്മയും മോനും കൂടി ചെയ്യുന്ന തെറ്റിനൊക്കെ ന്യായീകരണം പറയുന്നോ? നിന്റെ മകന്റെ സന്തോഷത്തിന് എന്റെ മകന്റെ ജീവൻ കളയണോ? ഒരു തവണ ഇവൻ കാരണമാ അഭിക്ക് മരണാവസ്ഥ വന്നത്. അതുകൊണ്ട് മതിയായില്ലേ? ഇനി എത്ര കാലം നിങ്ങൾ കാരണം അഭി ഇങ്ങനെ കഷ്ടത അനുഭവിക്കേണ്ടി വരും? പറയേ. അവനെ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ? നിങ്ങൾ അവനെ കൊന്നേ അടങ്ങും അല്ലേ? ജയന്തി, എന്നെ തടയരുത്. ഈ ഉണ്ണി കാരണമല്ലേ അന്നെന്റെ മകന് ഗുണ്ടകളുടെ പേടിയേറ്റത്?